വീട്ടുകാര്യങ്ങളൊക്കെ പിന്നെ പറയാൻ ചേട്ടന്മാരെ, വേഗം ജോലി ചെയ്ത് തീർക്ക്. എന്നെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ബസ്സില്, ഓഫീസില്, ഇപ്പം ഇവിടെ. ലോഡെല്ലാം ഇറക്കി വെച്ച് ലോറി പോയി. ഇത് ഹൗസ് നമ്പർ 13/256. നമ്മുടെ ഓഫീസിലെ യമുന താമസിക്കുന്ന വീട്. ക്യാഷ് റമന സാറ് ഓഫീസിൽ വന്നപ്പോ വയറുവേദനയായിട്ട് ബാത്റൂമിൽ പോയി. ഇതാണ് പുറത്തെ ബാത്റൂം. അകത്തുകൊണ്ടൊരു ബാത്റൂം. വലിയ കഷ്ടമാണ് സാറേ സ്ത്രീയുടെ കാര്യം. ഏതോ ഒരു ഫ്രാഡ് അവളെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. ഒരു കുഞ്ഞായപ്പോ അവളുടെ പണവും സ്വർണവും തട്ടിയെടുത്ത് രായ്ക്ക് രാമായണ സ്ഥലം വിട്ടു. അവനെ വേറെ ഏതോ സെറ്റപ്പ് ഉണ്ടെന്നാണ് ഇവിടെ കേൾവി. ഇപ്പൊ ആ സെറ്റപ്പും തഴഞ്ഞത്ര. സ്ത്രീകളുടെ കണ്ണീരിന് വിലയേൽപ്പിക്കാത്ത ദ്രോഹി ആഭാസൻ. ഇതൊക്കെ അവരെന്ന് പറഞ്ഞാണോ? പറയണോ സാർ? ആ സ്ത്രീയുടെ മുഖം കണ്ടാൽ അറിയില്ലേ? മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നാണ് പനങ്ങോട് മാസ്റ്ററിനെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സാറിന്റെ ഫാമിലി ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ? അയ്യോ, പിന്നെ എങ്ങനെ സാർ ഭക്ഷണത്തിന്റെ കാര്യങ്ങള്? സാറ് സ്വന്തമായിട്ടാണോ അതോ ഹോട്ടലിലാണോ? സ്വന്തമായിട്ടാണെങ്കിൽ നല്ലൊരു കുക്കിനെ തപ്പിത്തരാം, എക്സ് മിലിറ്ററി സുബേദാർ. അല്ല ഹോട്ടലിലാണെങ്കിൽ ഹോട്ടൽ ഫിങ് ഫിങ് ഗംഗ, നല്ല ഫുഡാണ്. പിന്നെ വാട്ടർ മറീസ് തണ്ണി. രാത്രി 10 മണിക്കേ കട അടയ്ക്കൂ. ഇനി അഥവാ അടച്ചാൽ കിളിവാതിലൂടെ സാധനം കിട്ടും. ഒറിജിനല്ല. തൽക്കാലം വേണ്ട. എന്നാ പോട്ടെ സാർ. അയ്യോ സാർ, കൂലി കൊടുത്തതിന്റെ ബാക്കി. പിന്നെ വളരെ ദൂരെയാണ് സാർ എന്റെ വീട്. 2 ബസ് കയറണം. അതിന്റെ ഇടയിൽ ഒരു കടത്താറ് ചിലപ്പോ വന്നാലായി ഇല്ലെങ്കിലായി. വലിയ പ്രയാസമുണ്ട് സാർ ഇവിടുന്ന് ദൂരെ. അയ്യോ വേണ്ട സാർ, വേണ്ട. എന്നാ പോട്ടെ സാർ. അപ്പൊ രാവിലെ 6 മണിക്ക് ബ്രാൻഡി ആയിട്ട് വരും. അല്ല 6 മണിക്ക് ചായ ആയിട്ട് ഞാൻ വരാം. മോഹൻ സാർ, മോഹൻ സാർ, മോഹൻ സാർ. അയ്യോ, ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? ശരി, 2 എണ്ണം വെച്ചേക്കാം. ചൂട്. അയ്യോ പൊള്ളി. നിന്റെ അമ്മ എവിടെ? ഓടാനോ? അടിക്കും ഞാൻ. മോൻ കൊച്ചു കുഞ്ഞല്ലേ, ഇത്രയും വലിയവരെ നോക്കി അടിക്കുന്നൊക്കെ പറയാമോ? മോൻ വലിയ കുഞ്ഞല്ലേ, എന്റെ അമ്മയെ ചോദിക്കാവോ? ഓ ആണോ? മോന്റെ പേരെന്താ? മനു. സ്നേഹമുള്ളവര് മനുക്കുട്ടാന്ന് വിളിക്കും. അപ്പൊ ഞാൻ എന്താ വിളിക്കേണ്ടത്?
മനു എന്ന് വിളിച്ചാ മതി. എടാ ഭയങ്കര, നിനക്ക് ഞാൻ ആരാണെന്നറിയോ? അറിയാം. എന്നാ പറ, ഞാൻ ആരാ? പറയൂല. പ്ലീസ് പറഞ്ഞാലേ ചോക്ലേറ്റ് വാങ്ങിത്തരാം. ചെകുത്താൻ. ചെകുത്താനോ? ദൈവ, ഒറ്റ വീക്ക്. കരയരുത്, കരയരുത്. ഏയ്, എന്താ അവിടെ? എന്ത് പറ്റി മോനെ? എന്തിനാ കരയുന്നത്? അടിക്കുമെന്ന് പറഞ്ഞോ? എന്തിനാ അങ്ങോട്ട് നോക്കിയത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് നോക്കരുതെന്ന്? എന്നിട്ട് മോൻ എന്ത് ചെയ്തു? അമ്മ പറഞ്ഞില്ലേ അയാൾ ചെകുത്താനാന്ന്. ഞാനങ്ങനെ വിളിച്ച് അടിക്കുമെന്ന് പറഞ്ഞു. സാരമില്ല, മോൻ കരയാതെ. അയാള് മോനെ തല്ലിയ അമ്മ അയാളെ പോലീസ് പിടിച്ചു കൊടുക്കും. സത്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. ഇവിടുത്തെ ക്യാഷ്യർ എവിടെ? എന്താ കാര്യം? അത് ഞാൻ അവരോട് പറഞ്ഞോളാം. താങ്ക് യു. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഐ എം ഫ്രം നാഷണൽ ഏജൻസീസ്. വി കെ മധുസൂദനൻ നായർ. വി ഫോർ വെട്ടിക്കൽ എന്റെ വീട്ടുപേര്. കെ കൃഷ്ണൻ നായർ എന്റെ അച്ഛനാ. ഞങ്ങളുടെ 3 ബില്ല് ഇവിടെ പെൻഡിങ്ങിലുണ്ട്. വൺ ഈസ് 1,15,623, അനദർ ഈസ് 43,600 ആൻഡ് ദ തേർഡ് വൺ ഈസ് 2,13,000. ഇതിൽ ആദ്യത്തെ ബില്ല് ഡ്യൂ ആയി കഴിഞ്ഞു. നാഷണൽ ഏജൻസിന്ന് വേറൊരാളാണല്ലോ ഇവിടെ റെഗുലർ. ജോർജ് ഇഷ്ടം കമ്പനിയിൽ അല്പം തീരുമാനം നടത്തി മുങ്ങിയപ്പോ ഞാൻ പൊങ്ങി. ഐ എം എ ന്യൂ റിക്രൂട്ട്. ഞങ്ങളുടെ ബില്ലിന്റെ കാര്യം ഐ ഡോണ്ട് ലൈക്ക് സ്മോക്കിംഗ്. പിന്നെന്തിനാ ഈ ആഷ്ട്ര മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്? ആഷ്ട്ര ഒരു അലങ്കാര വസ്തു അല്ലല്ലോ. നൗ യു ക്യാൻ സേ ദാറ്റ്. ഹലോ, ഈ ഓഫീസിൽ ആകെ കിണ്ണൻ ചരക്കുകളാണല്ലോ. എന്താ പറഞ്ഞേ? അല്ല, പിന്നെ നമ്മുടെ ബില്ല് ഉടനെ ശരിയാവോ? അതല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ ഏജൻസീസിന്റെ ബില്ലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെങ്ങനെ മനസ്സിലാവും? പറയണ്ടേ? Envelope number 187/91 at 16/10/1991 for RS 1,50,623. യു സെഡ് ഇറ്റ്. ഇനിയും 2 ബില്ലുകൾ കൂടി ഉണ്ട്. ഒരു ബില്ല് ഡ്യൂ ആയിട്ടുള്ളൂ. മതി, ചെക്ക് കിട്ടിയ എനിക്ക് പോവാം. ചെക്ക് റെഡിയാവാൻ ഉച്ച കഴിയും. ആയിക്കോട്ടെ, ഞാൻ ഉച്ചയ്ക്ക് വരാം. ആവശ്യക്കാരൻ ഞാനാണല്ലോ. വേണ്ട, അങ്ങോട്ട് കൊടുത്തയച്ചോളാം. വളരെ ഉപകാരം. വരട്ടെ മാഡം. യു ആർ സോ കൈൻഡ്. ഏതാണ് ഈ സാധനം? കണ്ടിട്ടൊരു ഞരമ്പ് രോഗിയാണെന്ന് തോന്നുന്നല്ലോ. ആയിരിക്കാം. ഏതായാലും നല്ല വീട്ടുപേര് വെട്ടിക്കൽ. ഇതെന്നാണാവോ ആ കമ്പനിയെ വെട്ടിച്ച് മുൻഗാമിയെ പോലെ മുങ്ങാൻ പോകുന്നത്? ഞാൻ അങ്ങനെ മുങ്ങുന്ന കൂട്ടത്തിലല്ല മാഡം. ഐ എം സോറി, ഞാൻ എന്റെ ഗ്ലാസ് എടുക്കാൻ മറന്നു. ആ, എന്റെ പേര് മറന്നിട്ടില്ലല്ലോ. വെട്ടിക്കൽ കൃഷ്ണൻ നായർ മധുസൂദനൻ. വെട്ടിൽ വീഴാതെ നോക്കണേ. വരട്ടെ. എന്റെ ദൈവമേ. സാറേ, സാർ എന്താ? ചുമ്മാ ചുമ്മാ ചെക്ക് കിട്ടിയോ സാർ? കിട്ടിയില്ലെങ്കിൽ? കിട്ടിയില്ലെങ്കിൽ രൂപേഷ് ഇവിടെ ഉണ്ട് സാർ. കിട്ടാത്ത ചെക്കുകൾ, മടങ്ങിയ ചെക്കുകൾ, മുടങ്ങിയ ചെക്കുകൾ, ഇവയെല്ലാം ഈ രൂപേഷ് ഇടപെട്ടാൽ സെക്ഷൻ ചാടി ചാടി സമയത്തിന് സാറിന്റെ പോക്കറ്റിലെത്തും. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സാറിന്റെ കാര്യത്തിന് അല്പ ചെലവുണ്ട്. ഓ, കൈക്കൂലി. അയ്യോ, അങ്ങനെ പറയരുത് സാർ. പിന്നെ സംതിങ് എന്ന് പറയുന്നതല്ലേ ഒരു മധുരം. ഓ, അപ്പൊ ഇതും സർക്കാർ ഓഫീസ് പോലെ ആയി. എങ്ങനെ ആവാതിരിക്കും സാർ? മൂലിയം കുത്തനെ ഇടിഞ്ഞില്ലേ? ആരുടെ? നാണയത്തിന്റെ. അരി, ഉപ്പ്, മുളക്, പഞ്ചസാര എന്നിവയുടെ വില കൂട്ടിയത് സഹിക്കാം. മറ്റവന്റെ വിസ്കി 175 രൂപ, ബ്രാൻഡി 160 രൂപ, റമ്മ് 125 രൂപ. സാധാരണക്കാരിവിടെ എങ്ങനെ ജീവിക്കും സാർ? സാറിന്റെ ബ്രാൻഡ് റമ്മാണോ, വിസ്കിയാണോ, ബ്രാൻഡിയാണോ, അതോ കനാൽ പരിങ്ങിയോ? ബ്രാൻഡൊക്കെ നമുക്ക് ചെക്ക് കിട്ടിയിട്ട് തീരുമാനിക്കാം. ആശാന്റെ വീട് എവിടാ? വളരെ ദൂരെയാണ് സാർ. ഓച്ചന്തുരുത്ത്. 2 ബസ് കയറണം. ഇടയ്ക്കൊരു കടത്തുകാരൻ ചിലപ്പോ വന്നാലായി, ഇല്ലെങ്കിലായി. വലിയ പ്രയാസമാണ് സാർ ഇതുവരെ ഒന്ന് ജോലി ചെയ്യാൻ. പിന്നെ ജോലിയോടുള്ള ആത്മാർത്ഥം കൊണ്ട് ഹനുമാനെ പോലെ പറന്നെത്തും. ഓലക്കാലി തൂങ്ങിയവന്റെ കണങ്കാലി തൂങ്ങിയവനാണ് ഇവൻ. ചെക്ക് വാങ്ങിക്കാൻ ഇങ്ങ് വരുമല്ലോ. വാ. അയ്യോ,
എന്താടോ ഇന്നൊരു ദുർനടപ്പ്? കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ? എന്ന് വേണമെങ്കിലും പറയാം. എനിക്ക് ഒരു ദിവസത്തെ ലീവ് തരുമോ? എന്തിനാ? ആ. ലീവ് സാങ്ഷൻ. ഓ